എക്സ്പീരിയൻസ്. അവതാർ കണ്ടതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3D ഇത് തന്നെയാണ്. മൂല്യമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെട്ടതായിട്ടാണ് ഇംഗ്ലീഷ് മോഡലുണ്ട് നെരുപ്പ. ഇനി എൻ്റെ സീറ്റിലാണെന്ന് അറിയില്ല, പക്ഷെ നല്ല എഫക്റ്റ് ആയിരുന്നു. ഓണം ഏറം തൂക്കി. പറഞ്ഞോളാം, കുഴപ്പമില്ല. നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായം ബ്രോ. നല്ല പടം, നല്ല പടം. 3D കുഴപ്പമില്ല, ഓക്കെയാണ്, സെറ്റ്, ഹാപ്പി. നൈസ് മൂവിയാണ്, നല്ല എഫക്റ്റാണ്. ടോവിനൊക്കെ നല്ല മാസം. ബ്രോ പടം അടിപൊളിയാണ്, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മേക്കിംഗ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഫിലിം. ഷുവർ, എന്തായാലും ഓണം ഏറം തൂക്കി. സീന് പടം നല്ല അടിപൊളി പടമാണ്, കുഴപ്പമൊന്നുമില്ല. ഓ സീൻ നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്, എല്ലാവരും കാണേണ്ട പടമാണ്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓ അടിപൊളിയായിരുന്നു പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നും, പക്ഷേ സെക്കൻഡ് ഹാഫ് കിടിലം. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. കിടിലം പടമാണ്. ഓ 3D കൊള്ളാടാ. ഇംഗ്ലീഷ് മോഡലുണ്ട് നെരുപ്പാണ്. സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ റിവ്യൂ എല്ലാം സെറ്റപ്പായിട്ടുണ്ടല്ലേ. പക്ഷേ ടോവിന് ആക്ഷനൊക്കെ നെരുപ്പാറ്റും. മോഹൻലാലിൻ്റെ സൗണ്ടുണ്ട്, സംഭാഷണമുണ്ട്, നെരുപ്പായിട്ടുണ്ട്. ഓണത്തിന് ഇത് അടിച്ചു കയറും. ടോവിനോയുടെ പടം സൂപ്പർ പടം, നല്ല പടം. ടോവിനോയുടെ രണ്ടാമത്തെ ക്യാരക്ടറാണ് മണിയൻ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നല്ല പടം, നന്നായിട്ട് എൻജോയ് ചെയ്തു. 3D നല്ല എക്സ്പീരിയൻസ്. അവതാർ കണ്ടതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3D ഇത് തന്നെയാണ്. ഒരു നാടോടി കഥ പോലെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഫൈറ്റൊക്കെ ഭയങ്കര ഇടുക, സൗണ്ട് എഫക്റ്റും കൊള്ളാം. 3D കൊള്ളായിരുന്നു, നല്ല എഫക്റ്റ് ആയിരുന്നു. ഇനി എൻ്റെ സീറ്റിലാണെന്ന് അറിയില്ല, പക്ഷെ നല്ല എഫക്റ്റ് ആയിരുന്നു. പിന്നെ ടൊവിനോ ആണെങ്കിൽ 3 വേഷത്തിലുണ്ട്, അത് ഭയങ്കര ഇടുമായിരുന്നു. ഫുള്ള് മൊത്തത്തിൽ പൊളിയാണ് മിക്കവാറും. ശരിക്കും ഒരു ഫാൻറ്റസി സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ തമിഴ് പടത്തിലേക്ക് മാറിപ്പോയി. തമിഴ് അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ഭാഷകളിലുള്ള സിനിമ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ മലയാള ഭാഷയിലുള്ള സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കഥാമൂല്യം, ആ മൂല്യമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെട്ടതായിട്ടാണ് ഗിരീടൻ്റെ അഭിപ്രായം ചോദിച്ചത്. പ്രതീക്ഷ നമുക്കൊരു മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു മൂല്യം ഉണ്ടാകുമല്ലോ, അത് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അഭിനയം നല്ല അഭിനയം നന്നായിട്ട് സൂപ്പറായിട്ട്. കാരണം അറിയോ, എന്റർടൈൻമെന്റിന് പറ്റിയൊരു ഫിലിമാണ്. ഫാമിലിയായിട്ട് വന്നെങ്കിൽ നല്ലൊരു എന്താ പറയുക, നമ്മൾ മക്കളും അതായത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഫാമിലിയായിട്ട് വന്നിട്ട് ഒരു എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടം. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടൊവിനോന്റെ നല്ലൊരു പടം. പിന്നെ അതിനകത്ത് പറയുമ്പോൾ അതായത് പിന്നെ ഓവർ ഫാൻറ്റസി എല്ലാം കൂടി ആയപ്പോൾ ചെറിയൊരു ഇത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു പടമാണ്. കുഴപ്പമില്ല. ഒരു അമാനുഷിക കഴിവുകളും അതുപോലെ തന്നെ ആ ഒരു രീതിയിലേക്ക് മാറിയത് കൊണ്ട് എന്താണ് ഇതിനോടുള്ള ഒരു ഇതുണ്ടല്ലോ. വേറെ ഒന്നല്ല, തമിഴിലും മറ്റ് ഭാഷകളിലൊക്കെ ഓക്കെ, ഇപ്പോൾ രജനീകാന്തിൻ്റെ പടങ്ങളും മറ്റുള്ളതൊക്കെ ഓക്കെ. പക്ഷേ എന്താ വെച്ചാൽ മലയാളത്തിൽ അത്ര ഒരു രീതിയിൽ വന്നപ്പോൾ എന്താ വെച്ചാൽ നമുക്കതൊരു നമ്മളതിലേക്ക് നമ്മളൊരു കലാമൂല്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആസ്വാദനമാണല്ലോ. അത് ഈ പടം ഓക്കെയാണ്. ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഈ പടം ഓക്കെയാണ്. നമ്മളെന്താ പറയുക, നമ്മളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മതി. 2.5 മണിക്കൂർ എന്റർടൈൻമെന്റിന് ഏറ്റവും സൂപ്പറായിട്ട് ഉള്ള ഒരു ഫിലിമായിട്ട് തോന്നിയിട്ടുണ്ട്. അടിപൊളി. ഇഷ്ടപ്പെട്ടു.